കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് പറയാനില്ല, ഇന്ന് ഞാന് റൂമിൽ നിന്ന് ഇറങ്ങാണ്. സോ എന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയൊരു 15 ദിവസം കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ. 15 മിക്കവാറും 1 മാസത്തിന്റെ അടിക്കാവും. നാട്ടിലേക്കൊക്കെ പോയി വരുമ്പോ മിക്കവാറും 1 മാസം ആവും. ഞാൻ പോവാണ്. ബിബിക്ക് സങ്കടം ഉണ്ട്. ബിബി അങ്ങനെ പറയണ്ടേ? ഒന്നും പറയാനില്ല, വാക്കുകളില്ല, സന്തോഷം മാത്രം. തിരിച്ചു വരരുത്, വരിക റെന്റ് തന്നിട്ട് തിരിച്ചു പോവുക, റെന്റ് തന്നിട്ട് പോവുക, മകനെ തിരിച്ചു വരുവാ. പോവാ, നമുക്ക് ആയിരുന്നു ഈ സാധനം എടുക്കണം. അപ്പൊ കഴിച്ചാൽ ഇന്ന് പോയാലും മിക്കവാറും 1 മാസത്തോളം കഴിയും ഇങ്ങോട്ട് റിട്ടേൺ വരാന്. അപ്പൊ ഇന്ന് പോയാലും 1 മാസം കഴിയും. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളെ ലാപ്ടോപ്പ് ബാഗ് ഇവിടെ ഉണ്ട്. പിന്നെ മറ്റേ ബാഗ് ഇവിടെ മൊത്തം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ബട്ട് മഴ കുറഞ്ഞു. ഈ മഴക്ക് പോവാ. നിങ്ങൾ പറഞ്ഞത് ഞാൻ പോവാ. ലൊക്കേഷൻ കിട്ടിയല്ലോ. ദിവ്യ ഞാൻ പോണു. അതിനെ പിടിച്ചോ, ഞാൻ മറ്റേ ബാഗ് ഇടുന്നത്. സങ്കടാ. അസീബ് ആരെ കാണാൻ പോവാന്നാ പറഞ്ഞേ. കൊള്ളത്തിൽ ചാടാനോ മറിയാനോ തിരിയാനോന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വാസമാവുന്നില്ല ഗൈസ്. ഈ ഹെൽമെറ്റ് എനിക്ക് ആരും വിഷമിക്കരുത്. അസീബിന്റെ ബിബി പോവുണ്ട്. സന്തോഷം മാത്രമേ ഉള്ളൂ. കാസർഗോഡ് പോവാണ് ബിബി ഡ്രോപ്പ് ചെയ്യാൻ. പ്രശ്നമുള്ള കാര്യമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ക സെറ്റാണ്. ഈ സാധനം ഒന്നും ഇടാണ്ട് എന്റെ ലാപ്ടോപ്പിന്റെ ചാർജർ എടുത്താ ലാപ്ടോപ്പ് എടുത്തോ? സാധനം എടുത്ത്. അപ്പൊ ഞങ്ങള് കളി എങ്ങനെയാണ്? കളി മൊബൈലിലാണ്ടാ മതി. ഇതിപ്പോ എങ്ങനെ ഇങ്ങനെ ഇടണം? ഇതിപ്പോ ഇങ്ങനെ പോലെ അങ്ങനെ പോയിക്കോലെ ജിബിനെ. എന്നെ കാണൂല. അസീബാരൊക്കെ കാണാൻ വേണ്ടി പോണത് എനിക്കറിയോ. ഞാനപ്പോ പോട്ടാ, അത് പിന്നെ കൊണ്ടുപോവാ. അപ്പൊ കളി കാണാനായി. പിടിച്ചോ. അപ്പൊ ആരും ബേജാറാക്കണ്ട. എല്ലാവരും ബൈ ബൈ. അവസാനായിട്ട് പറയാനുള്ളത്, ഇച്ച ഈ 15-ാം തീയതി വരുന്നതിന് മുമ്പ് 13-ാം ഇച്ച വരുന്നുണ്ട്. അപ്പൊ ഇച്ച വരുമ്പോ റൂമിൽ വരുമ്പോ മുട്ടായി കൊണ്ട് വന്നാല് മുട്ടായി സ്പ്രേ. എല്ലാവർക്കും മുട്ടായി ഉണ്ട്, ആരും വിഷമിക്കണ്ട. എന്നോട് പറയാനുള്ളത്, ഇന്റെ ഷെയറിച്ച് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ ഞാൻ കൊണ്ടുവരും. ബിബിക്ക് കഴിഞ്ഞിട്ട് വേറെ ആർക്കും ഫുഡ് ഒരു ഉണക്കം കഴിച്ചോ. അത് മൊത്തം കഴിച്ചോ. പെരുന്നാളിന്റെ ബീഫ് അടുത്ത അതെല്ലാരും ഉണ്ടാവും. മുട്ടായി സ്പ്രേ മസ്റ്റ് ആണ്. കാത്തിരിക്കുക. അല്ല റൂമൊക്കെ അവിടെ അതുണ്ടോ, ഇത് ആ കോൺക്രീറ്റ് ഇട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ടാണ് കിടക്കൂല. എന്ത് സ്പ്രേ മുട്ടായി ഇല്ലേ കേട്ടോ. അപ്പൊ എല്ലാരോടും ബൈ ബൈ. ബൈ ബൈ, ടാറ്റ. അസീബ് പോകുന്നു ഗൈസ്. ടാറ്റ ബൈ ബൈ. റൂമിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് എത്തി. പിന്നെ ഞാനിപ്പോ പുറത്തോട്ട് വാങ്ങിയിട്ടുള്ളതാണ്. എന്നുവെച്ചാല് ഇന്ന് IPL അവസാനത്തെ മാച്ചല്ലേ, ഫൈനലല്ലേ, ഏത് RCBയും പഞ്ചാബും തമ്മിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ നാട്ടിലൊരു സ്ക്രീന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫൈനൽ ആയതുകൊണ്ട്. നമുക്ക് അവിടെ പോകാം. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം, എന്തൊക്കെ ഉണ്ട്, എങ്ങനെയാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. 1.5 മണിക്കൂറായി, സമയം 8 കഴിഞ്ഞ് അവിടെ കളി തുടങ്ങി. ഇപ്പം ഞാൻ ഉറങ്ങി, അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി, അങ്ങനെ ബാക്കിയായി. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അടുത്ത സീക്വൻസ് കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ.
ആ ചെല്ല് കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ നീ ബന്ധാക്കണ്ട നീ വെച്ചോ ആജി പോയി ആജി അപ്പുറത്ത് ക്രിക്കറ്റ് മാച്ച്, ഇപ്പുറത്ത് നമ്മുടെ 4 പിള്ളമാര് ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്. സിനാനുണ്ട്, വീണ്ടും ഒരു സിനാന്, ഇവിടെ ഒരു മൻസൂർ, പിന്നെ മുതമ്മില്. നീ കളിച്ചോ, ഞാനൊന്നും ഡിസ്റ്റർബ് ഞാൻ അടുത്തിറങ്ങാം. അപ്പൊ അപ്പുറത്ത് അടി കളി നടന്നുകൊണ്ട് നിന്റെ ടീം തോക്കാൻ പോകുന്നല്ലോ. ടീം 18 കൊല്ലായിരാ ഇടുക്കെത്തിച്ച് ഓക്കെ, കളിയൊക്കെ കഴിഞ്ഞ് RCB വിജയിച്ച്. പിന്നെ ഞാൻ IPL പ്രേമി അല്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ചിട്ട് അധികം എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രമാത്രം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂട്ടത്തിൽ കൂടുക. അപ്പോൾ ബൈ.